എല്ലാ ദിവസവും ലൈഫ് ഇങ്ങനെ അപ് ടു ഡേറ്റ് ആയിട്ട് പോകുമ്പോൾ ഞങ്ങളെ ചോദിച്ചു ഞങ്ങളെ തന്നെ മിസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ പുറത്തൊന്നും പോകാമെന്ന് വിചാരിച്ചോട്ടോ. ഒരു ഈവനിങ് ചെറിയൊരു ഡ്രൈവാണേ പോകുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ പെട്ടെന്ന് കുളിച്ച് റെഡിയായിട്ടൊക്കെ വരുന്നേ ഉള്ളൂ. കാരണം ചേട്ടൻ ഓഫീസിൽ നിന്ന് വരുന്നുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് റെഡിയാകാം. അപ്പോൾ ഈവനിങ് ആണ് ഞാൻ വെച്ച് ഈ ഒരു ടോപ്പ് ഇടാൻ കേട്ടോ. ഇത് അമ്മയുടെ സാരി വെട്ടി തയ്ച്ച ടോപ്പാണ്. അപ്പോൾ നമുക്ക് പഴയ സാരി ഉണ്ട് ഇങ്ങനെയൊക്കെ വെട്ടി നമുക്ക് ടോപ്പായിട്ട് ഈവനിങ് ഒക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് വെയർ ചെയ്യാൻ നല്ലതായിരിക്കും ഇങ്ങനത്തെ ടോപ്പൊക്കെ. അപ്പോൾ എൻ്റെ ഹെയറൊക്കെ ഇതേ ഫുള്ള് ഉണങ്ങി കേട്ടോ. ഞാൻ ഹെയർ ഡ്രയർ ഇപ്പം യൂസ് ചെയ്യാറില്ലാണ്. ഇപ്പോൾ ഒന്നാമത്തെ സമ്മറാണ്, നല്ല ഹെയർ ഫോൾ വരും. അപ്പം നമ്മൾ മാക്സിമം ഫാൻ യൂസ് ചെയ്ത് മുടിയൊക്കെ ഉണക്കാൻ നോക്കണം കേട്ടോ. അല്ലെങ്കിൽ നല്ല ഹെയർ ഫോൾ വരും. വെളിയിലും ചൂട്, നമ്മുടെ ഹെയറിനും കൂടി ഇത്രയും ചൂടടിക്കുമ്പം നല്ല ഹെയർ ഫോൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഫാനൊക്കെ വെച്ചാണ് ഉണക്കുന്നത്. അപ്പോൾ നമുക്ക് റെഡിയായിട്ട് പോവാം. അപ്പം ഞാൻ റെഡി ആയിക്കോട്ടെ. മുടിയൊക്കെ പിന്നിട്ട് കമ്മലൊക്കെ ഇട്ട് ഒരു പൊട്ടുമൊക്കെ തൊട്ട് സിമ്പിളായിട്ട് റെഡിയായിട്ട് നിൽപ്പുണ്ട്. കണ്ണച്ചേട്ടൻ ഇപ്പോൾ വരും. ഇനി കണ്ണച്ചേട്ടനും റെഡിയായിട്ട് പോവാം. എവിടെ പോകുമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഒരു ഈവനിങ്ങിൽ ഒരു കാപ്പിയൊക്കെ കുടിക്കാൻ ഒരു സ്ഥലത്ത് പോയിരുന്നു. അടൂർ റോഡ് സൈഡിൽ കുറേ ഇങ്ങനെ തട്ടുകടകൾ പോലത്തെ കുറേ കടകളുണ്ട്. അപ്പം ഞങ്ങൾ ഉദ്ദേശിച്ച് അങ്ങോട്ട് പോകാമെന്ന് വെച്ചാണ് ഈ വൈകുന്നേരം പോകുന്നത്. കുറേ നാളായി ഞങ്ങളുടെ ഓരോ കാര്യങ്ങളുടെ തിരക്ക് കാരണം ഞങ്ങൾ അങ്ങനെ പുറത്തു പോകുകയൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ തന്നെ വിചാരിച്ചു നമ്മുടെ ലൈഫ് ശരിക്കും മിസ് ചെയ്യുന്നുണ്ടല്ലോ എന്ന്. അപ്പം അങ്ങനെ നേരം കിട്ടിയപ്പോൾ വൈകുന്നേരം ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ അടൂർ ആ കോഫി ഷോപ്പിൽ പോകാമെന്ന് വെച്ചിരിക്കുന്നത്. ആ കോഫി ഷോപ്പ് ആകുമ്പം റോഡ് സൈഡിലാണ് നമുക്ക് വണ്ടിയൊക്കെ പോകുന്നത് കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. അപ്പം നമ്മളതുകൊണ്ട് നോക്കിയപ്പോൾ KFC മാത്രമേ ഉള്ളായിരുന്നു, തിരക്കൊന്നും ഇല്ലാഞ്ഞത്. അതുകൊണ്ട് KFC നമ്മുടെ ഒരു ഓപ്ഷൻ അല്ലായിരുന്നു. പക്ഷെ നമുക്ക് തിരക്കില്ലാത്തൊരു സ്ഥലത്ത് പോയി കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരിക്കുക. കാരണം നമുക്ക് നമ്മുടെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാമല്ലോ എന്ന് വെച്ചാണ് ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ എപ്പോഴും പൊയ്ക്കൊണ്ടിരുന്നത് കേട്ടോ. പക്ഷെ നേരെ ഓപ്പോസിറ്റായി പോയി. അതുകൊണ്ട് ഞങ്ങൾ KFCയിലോട്ട് പോയി. KFCയിലാകുമ്പോൾ അത്യാവശ്യം എന്താ പറയുക, ഫ്രീ ആയിട്ടൊക്കെ കുറേ നേരമൊക്കെ ഇരിക്കാൻ പറ്റി. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഫുഡൊക്കെ അങ്ങനെ കഴിച്ച് ഇറങ്ങി കേട്ടോ. പാച്ചൂനും മേടിച്ചുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ചെറിയൊരു നൈറ്റ് ഡ്രൈവ്. കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ പുറത്തൊന്ന് പോയത്. ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് ഒന്ന് ഇരിക്കാമെന്ന് വെച്ച് വർത്താനൊക്കെ പറഞ്ഞ് കുറേ പേര് കുറ്റമൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകണം. അപ്പോൾ നിങ്ങളും നേരം കിട്ടുമ്പോൾ ഇതുപോലെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ പുറത്തൊക്കെ പോവുക. ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ.